എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഗേൾ ബേബി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഗേൾ ബേബി വേണമെന്ന്. അപ്പം എനിക്ക് കരച്ചിൽ കേട്ടപ്പോൾ മനസ്സിലായി ഗേൾ ബേബി ആണെന്ന്. എൻ്റെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ശരിക്കും ഉറപ്പായത് ഗേൾ ബേബിയാണ്. അതുപോലെയായിരുന്നു കരച്ചിൽ. പെൺകുട്ടികളുടെ കരച്ചിൽ ആൺകുട്ടികളുടെ കരച്ചിലും തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ മോളുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗേൾ ബേബിയാണ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, കാവ്യ വല്ലതും മനസ്സിലാവുന്നുണ്ടോ, എന്ത് കുട്ടിയാണെന്ന് മനസ്സിലായെന്നൊക്കെ അപ്പുറത്തെ സ്ക്രീനിൻ്റെ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നെങ്കിൽ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ നേഴ്സ് പറഞ്ഞു, ആദ്യം എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു കുഞ്ഞിനെ ഇങ്ങനെ വെക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ അടുത്തോട്ട്, എന്നിട്ട് പറഞ്ഞ് അല്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവരപ്പം തന്നെ കോഡ് മുറിച്ച് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് നല്ല സുന്ദരിയാക്കി അവളെ കൊണ്ടുവരുവാണ്. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗേൾ ബേബിയാണ്. അപ്പോൾ മോളിങ്ങനെ കൊണ്ടുവന്നിട്ട് നേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടുത്ത് വന്നിട്ട് ബേബി എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ബേബിയാണ് എന്ന്. അപ്പം സിസ്റ്റർ പറയുക ഗേൾ ബേബി. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ട് എന്താണെന്ന് പിന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നേഴ്സ് പറഞ്ഞ് ഗേൾ ബേബിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഉമ്മ കൊടുത്തു. ആ ഒരു വീഡിയോ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗേൾ ബേബിനെ കിട്ടി കയ്യിലോട്ട്. ഇതാണ് ശരിക്കും ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് വന്ന എക്സ്പീരിയൻസ്. ഓക്കെ, കുഞ്ഞ് പുറത്തോട്ട് വരുമ്പം മോള് 9/17 മോള് ജനിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ ആദ്യം അജിത്ത് തന്നെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഓൾറെഡി അജിത്തിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിനെ അജിത്തിൻ്റെ കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഗേൾ ബേബി ആവുകയാണെങ്കിൽ അത്രയും സന്തോഷം, ബോയ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗേൾ ബേബി വേണമെന്ന്. അങ്ങനെ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട്, ഇതെനിക്ക് അറിയാത്ത കാര്യമാണ്, ഹസ്ബൻഡ് പറഞ്ഞതാണ്. അവർ ഹസ്ബൻഡിനെ മാത്രം അകത്തോട്ട് വിളിച്ചിട്ട് കുഞ്ഞിനെ കാണിച്ച് ഇതാണ് ബേബി എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പുറത്തോട്ട് വിട്ടെന്ന്. അങ്ങനെയാണ് മോള് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്. ഇതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, വേദന എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഈ ഡെലിവറിക്ക് പോയെന്ന് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും പേടിയാണ് എനിക്ക് വേദന. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വേദന ഒന്നും അറിയത്തില്ല, എല്ലാം ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡോക്ടറിനെ പോലത്തെ സപ്പോർട്ടുള്ളൊരു ഡോക്ടറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഡോക്ടർ അലൈൻ ടോം എന്നാണ് എൻ്റെ ഡോക്ടറിൻ്റെ പേര്. വെൽ കേരള ഗൈനക്കോളജിസ്റ്റാണ്, നല്ല ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസിൽ അങ്ങനെ മോള് പുറത്തു വരുന്നു. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി വരെ ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പെയിൻ, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇടുന്നതാണ്. ഇതിപ്പം എൻ്റെ ജസ്റ്റ് ഒരു ഡെലിവറി എക്സ്പീരിയൻസ് മാത്രം, ഞാൻ മറന്നു പോകാതിരിക്കാൻ ആ ദിവസം എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് മൊമെൻറ്റ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക് യു.